ജനാർദ്ദനക്കുറുപ്പാണ് മന്ത്രസിദ്ധി തന്ത്രത്തിൽ കാമരത്ന തന്ത്രം. അതിൽ അഗ്നിസ്തംഭനം എന്നുള്ളതാണ് 555 പേജ് മന്ത്രം. ശങ്കര ഹര ഹര അഗ്നിസ്തംഭേ സ്തംഭയ. ഈ മന്ത്രം ജപിച്ച് അഗ്നിയെ ഭൂ എന്ന് ഊതിയാൽ ജ്വലിച്ച അഗ്നി പോലും സ്തംഭിക്കും. ജഡി, താര, മഹിഷമർദ്ദിനി മന്ത്രങ്ങൾ 10,000 തവണ ജപിച്ചാൽ ആദ്യം ഈ മന്ത്രസിദ്ധി വരുത്തണം. എന്നാൽ ആളിക്കത്തുന്ന അഗ്നി മന്ത്രത്തിൽ ഇരുന്നാൽ പോലും മധ്യത്തിൽ ഇരുന്നാൽ പോലും ആ തീയിൽ സുരക്ഷിതനായിരിക്കും. ഇതിന് 2 മന്ത്രങ്ങൾ താഴെ കൊടുക്കുന്നു. ഓം മത്കടീം തച്ഛയ ഖനേശേ കടീയ മനീയ ശ്രീ അലിപ്യ പ്രായം ബുധീയ വശ നരകീര്യമന്ത്രി ക്രീം ഫട്ട്. മന്ത്രം 40. ഓം ക്രീം മഹിഷവാഹിനി ജൃംഭയ ജൃംഭയ മോഹയ മോഹയ ഭേദയ ഭേദയ അഗ്നിം സ്തംഭയ സ്തംഭയ ഠ ഠ. ഈ മന്ത്രങ്ങൾ രണ്ടും 10,000 വീതം ജപിക്കണം. സ്വന്തം കയ്യിൽ കുമാരി, ശൂരണം എന്നിവ കയ്യിൽ തേച്ച് ധരിച്ച വ്യക്തി വളരെ ദീപ്തമായ തീക്കട്ടയെ ചൂടുകൊണ്ട് പഴുത്ത ലോകത്തെ നഗ്ന കൈകൊണ്ട് എടുക്കുന്നതിന് സമർത്ഥനായിത്തീരും. മുൻപറഞ്ഞ മഹിഷമർദ്ദിനി മന്ത്രം സിദ്ധി വരുത്തി ജപിച്ച് കുമാരി നാമ ചെടിയുടെ രസം കൈകളിൽ പുരട്ടിയ സാധകന് തീക്കട്ടയോ പഴുത്ത ലോഹത്തെയോ കൈകൊണ്ട് എടുക്കാനും കഴിവുള്ളവനായിത്തീരും. അഗ്നി അയാളുടെ കൈ പൊള്ളിക്കുകയില്ല. കയ്യിൽ സുദർശനമൂലം കെട്ടുന്നതും അഗ്നിസ്തംഭനമാണ്. എന്നാൽ മന്ത്രം ജപിച്ച് സിദ്ധി വരുത്തണം. ജപിച്ചു കൊണ്ടുവേണം ഈ ക്രിയ ചെയ്യാൻ. അഗ്നിസ്തംഭന യന്ത്രം കൊടുത്തിട്ടുണ്ട്. ഭുർജപത്രത്തിൽ പീലപദാർത്ഥം കൊണ്ട് എഴുതി പീലധാകം കൊണ്ടും പുരട്ടുക. പിന്നീട് മോം കൊണ്ട് പൊതിഞ്ഞ് ജലത്തിൽ താഴ്ത്തിയിടുക. എന്നാൽ അഗ്നിയുടെ ഗതി തടയാൻ കഴിയും. ജലസ്തംഭനം. മന്ത്രം 41. ഓം നമോ ഭഗവതേ രുദ്രായ ജലം സ്തംഭയ സ്തംഭയ ഠ ഠ ഠ. പദ്മകം എന്ന ദ്രവ്യം പൊടിച്ച് കുളം, കിണർ, തടാകാദി ജലാശയങ്ങളിട്ടാൽ ആ ജലം സ്തംഭിക്കും. അതിൻ്റെ വേഗത നിൽക്കും. മേൽ മന്ത്രം ജപിച്ചാലും ജലം സ്തംഭിക്കും. ഈ സ്തംഭന മന്ത്രങ്ങൾ ക്ഷുദ്രകർമ്മങ്ങളായി മനുഷ്യ ശരീരത്തിലും പ്രയോഗിക്കാം. പഞ്ചഭൂതാത്മമായ ആത്മീയ ചക്രങ്ങളിലാണ് പ്രയോഗം. ദേവതാളി കഷ്ണം മണ്ടൂക രസം ചേർത്ത് അരച്ച് കൈകാലിൽ പുരട്ടിയാൽ ജലത്തിൻ്റെ ഗതി തടഞ്ഞു പോകുന്നു. ശ്ലേഷ്മാന്തകം അരച്ച് 2 കാലുകളിലും തേച്ച് പിടിപ്പിച്ച് പിന്നീട് ഗോധ എന്ന ജന്തുവിൻ്റെ തോലുകൊണ്ട് ചുറ്റിയാൽ ജലത്തിന് മേൽ സ്ഥലത്ത് നടക്കുന്നത് പോലെ നടക്കാനാകും. ശ്ലേഷ്മാന്തക ഫലം പൊടിച്ച് മൺകലത്തിൽ 1 അങ്കുലം മാത്രം പുരട്ടണം. പിന്നീട് ചൂടാക്കണം. അതിൽ വെള്ളം നിറച്ച് വയ്ക്കാം. ഞായറാഴ്ച ഗിരീഷത്തണ്ട് എടുത്ത് ജലത്തിൽ അരച്ച് മസ്തകത്തിൽ തിലകം ചാർത്തണം. കണ്ണുകൊണ്ട് ഒന്ന് നോക്കിയാൽ തന്നെ ജലം സ്തംഭിക്കും. ജലസ്തംഭന യന്ത്രം. വസ്ത്രത്തിൽ പീത നിറത്തിൽ ഈ യന്ത്രം എഴുതി മോമം കൊണ്ട് ചുറ്റണം. പൂജിക്കണം. എന്നാൽ ജലസ്തംഭനം ഉണ്ടാകും. യന്ത്രം കൊടുത്തിട്ടുണ്ട്. 2ാമത്തെ യന്ത്രത്തിൽ പീതദ്രവ്യം കൊണ്ട് ഈ യന്ത്രം എഴുതി മോമം കൊണ്ട് ചുറ്റണം. പൂജിക്കണം. എന്നാൽ ജലസ്തംഭനം ഉണ്ടാകും. 3. ശിരീഷക്കൊമ്പ് ഞായറാഴ്ച പറിച്ച് വെള്ളത്തിലരച്ച് തിലകം തൊടണം. ജലം സ്തംഭിക്കും. ദിവ്യസ്തംഭനം. മേഘനാദത്തിൻ്റെ മൂലം വടക്കോട്ട് തിരിഞ്ഞിരുന്ന് പറിച്ചെടുത്ത് ഭക്ഷിച്ചാൽ ചൂടുള്ള വസ്തുക്കളുടെ സർവ്വദോഷങ്ങളും മാറിപ്പോകും. ചൂടുള്ള ദ്രവ്യങ്ങളുടെ ചൂടും അറിയുകയില്ല. ഈ മൂലം വസ്ത്രത്തിൽ ചേർത്ത് ധരിച്ചാൽ ദ്രവ്യം സ്തംഭിക്കും. യന്ത്രം 2. ഈ യന്ത്രത്തെ ഭുർജപത്രത്തിൽ ഗോരോചനം, കുങ്കുമം, ലാക്ഷാരസം എന്നിവ ചേർത്ത് എഴുതി ചൂടുള്ള വസ്തുക്കളിൽ കെട്ടിവെച്ചാൽ പദാർത്ഥം സ്തംഭിക്കും. ഉത്തര നക്ഷത്രത്തിൽ വടക്കോട്ട് തിരിഞ്ഞിരുന്ന് വെള്ള കാകജംഘ മൂലത്തെ പറിച്ച് വായിൽ ധരിച്ചാൽ വസ്തുവിൻ്റെ സ്തംഭനം ഉണ്ടാകും. ഭൃങ്കി മൂലം ഗോരോചനം ചേർത്ത് അരച്ച് കൈകളിലും പുരട്ടണം. നെറ്റിൽ കുറിയിടണം. എന്നാൽ ചൂടുള്ള വസ്തുക്കളെ എടുക്കുന്നതിന് അയാൾക്ക് കഴിവുണ്ടാകും. യന്ത്രം 2 കൊടുത്തിട്ടുണ്ട്. ഈ യന്ത്രം ഗോരോചനം, കുങ്കുമം എന്നിവയുടെ കൂടെ ടേസ് പുഷ്പത്തിൻ്റെ ചാറും ചേർത്ത് അരച്ച് മഷിയാക്കി ഭുർജപത്രത്തിൽ എഴുതണം. ഇത് പാല് നിറച്ച കുടത്തിൽ ഇട്ടാൽ ആ ദ്രവ്യം സ്തംഭിച്ചു പോകും. മാരീചം, മഗധി ചൈല ഇവ വായിലിടിച്ച് ചവയ്ക്കണം. അല്ലെങ്കിൽ പുരട്ടണം. എന്നാൽ രവിദാർ, തണ്ടുലം തുടങ്ങിയ സർവ്വവിധ ദോഷങ്ങളും ഇല്ലാതായിത്തീരും. നെയ്യ്, ശർക്കര, നാഗരം, വച ഇവ 4ഉം കൂട്ടി കുടിക്കുകയോ വായിൽ വെച്ചാലോ അധികം ചൂടുള്ള വസ്തുക്കൾ കഴിച്ചാൽ ചൂടറിയില്ല. ഈ കൂട്ട് അരച്ച് കയ്യിൽ പുരട്ടിയാൽ പൊള്ളുന്ന വസ്തുക്കളും കൈകൾ കൊണ്ട് എടുക്കാനാകും. മണ്ടൂകരസത്തിൽ ലജ്ജാമൂലം തണ്ട് അരച്ച് കൈകളിൽ പുരട്ടിയാൽ ചൂടുള്ള ദ്രവ്യങ്ങൾ പിടിച്ചാൽ ചൂട് തോന്നുകയില്ല, പൊള്ളുകയുമില്ല. ലോഹദ്രവ്യ സ്തംഭന മന്ത്രം. മന്ത്രം 42. ഓം അഗ്നി ദഹന്തി ക്രോധരൈ മേധരൈ ജാതിനാ ഭാവ ചുച്ചി നിദതോ ദിവ്യ പതിതസ്തംഭേ ഈശ്വരോ മഹേഷ. ഈ മന്ത്രം 10,000 ജപിച്ചാൽ മന്ത്രസിദ്ധി ഉണ്ടാവും. ലോഹദ്രവ്യങ്ങളെ സ്തംഭിപ്പിക്കുന്നതാണ്. ലോഹസ്തംഭനത്തിലുള്ള മറ്റൊരു മന്ത്രം പറയാം. 43. ഓം ലോഹ പ്രജ്വല കോയിലാകെ
ഭാനുഹൗ ചണ്ഡ കേദാരകാപടി ലോഹാപടൗ തുഷാര. ദ്രവ്യസ്തംഭനം കഴിഞ്ഞു.